ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസ് ജോസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അഡോബി ഫോട്ടോഷോപ്പിൽ ഒരു സ്റ്റുഡൻറ്റ് ഐ ഡി കാർഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. പലതരത്തിലുള്ള ഐ ഡി കാർഡുകൾ സ്റ്റുഡൻസ് യൂസ് ചെയ്യാറുണ്ട്. അതായത് സാധാരണ വരുന്ന ബേസിക് ആയിട്ടുള്ള ഫോട്ടോ ഐ ഡി കാർഡ്, അതുപോലെ മാഗ്നറ്റിക് സ്ട്രൈപ്പ് കാർഡുകൾ, പിന്നെ വരുന്നത് ആക്സസ് കാർഡുകളാണ്. അപ്പോൾ നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്ന സാധാരണയായിട്ട് കൂടുതലും യൂസ് ചെയ്യുന്ന ഫോട്ടോ ഐ ഡി കാർഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഞാനിവിടെ ഐ ഡി കാർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫോട്ടോഷോപ്പ് ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഫയലിലേക്ക് പോവാം. ഇവിടെ നിന്ന് ഞാൻ ന്യൂ സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ഡോക്യുമെൻറ്റ് നെയിം കൊടുക്കാം. സ്റ്റുഡൻറ്റ് ഐ ഡി കാർഡ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കിവിടെ ഐ ഡി കാർഡിൻ്റെ സൈസ് സെറ്റ് ചെയ്യണം. ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് സൈസിലുള്ള ഐ ഡി കാർഡാണ്. അപ്പം വിഡ്ത്ത് വരുന്നത് 54 മില്ലിമീറ്ററും അതുപോലെ ഹൈറ്റ് 86 മില്ലിമീറ്ററുമാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ സൈസ് കൊടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ നിന്ന് ഇഞ്ചസ് മാറ്റി മില്ലിമീറ്റേഴ്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വിഡ്ത്തിൽ 54 കൊടുക്കാം. അതുപോലെ തന്നെ ഹൈറ്റിൽ 86ഉം കൊടുക്കാം. ഇനി ഇവിടെ റെസൊല്യൂഷനിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല, 300 തന്നെ കീപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഞാനിവിടെ കളർ മോഡ് RGB ആണ് കീപ്പ് ചെയ്യുന്നത്. നിങ്ങളിതൊരു ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിനായിട്ട് ചെയ്യുന്ന സമയത്ത് CMYK കളർ മോഡ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള സൈസിലുള്ള ഒരു ന്യൂ ഡോക്യുമെൻ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡോക്യുമെൻറ്റിൽ ഐ ഡി കാർഡ് ലേഔട്ട് ചെയ്യാം. ഈ ഒരു ഐ ഡി കാർഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള കണ്ടൻറ്റ്, അതുപോലെ തന്നെ ഫോട്ടോ, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒക്കെ ഞാൻ ഓൾറെഡി ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് പ്ലേസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫയലിൽ പോവാം. ഇവിടെ നിന്ന് ഞാൻ പ്ലേസ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇമേജാണ് ഞാൻ ഐ ഡി കാർഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പം ഇമേജ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. ഇതിൻ്റെ സൈസ് ഞാൻ അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇവിടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടേക്ക് നമ്മുടെ ആ ഒരു സ്കൂളിൻ്റെ ലോഗോ പ്ലേസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ വീണ്ടും ഫയലിൽ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് പ്ലേസ് സെലക്ട് ചെയ്യാം. ലോഗോ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി പ്ലേസ് കൊടുക്കാം. ഇപ്പോൾ ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, ഞാനിപ്പോൾ ലോഗോയുടെ സൈസ് ഇത്രയാണ് കൊടുക്കുന്നത്. നമുക്ക് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ ഈ ഒരു ഐ ഡി കാർഡിൽ കൊടുക്കുന്ന കണ്ടൻറ്റും അതുപോലെ ഈ ഒരു ബോർഡറും തമ്മിൽ കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം. നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ ഇവിടെ സെറ്റ് ചെയ്യാം. ഇനി ഞാനിവിടേക്ക് കണ്ടൻറ്റ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ സാമ്പിൾ ഡീറ്റെയിൽസ് നോട്ട് പാഡിൽ നിന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. നമുക്ക് സ്കൂളിൻ്റെ നെയിമും അതുപോലെ അഡ്രസ്സും ഫോൺ നമ്പറും കോപ്പി ചെയ്യാം. ഇനി ഞാനിവിടെ ടെക്സ്റ്റ് ടൂള് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഡീറ്റെയിൽ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് അലൈൻ ചെയ്യാം. ഇവിടെ നിന്ന് ഞാൻ സെൻറ്റർ അലൈൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു സ്കൂളിൻ്റെ നെയിം ക്യാപിറ്റലൈസ്ഡ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ക്യാരക്ടർ പ്രോപ്പർട്ടീസിൽ പോകാം. ഇവിടെ നിന്ന് ഞാൻ ഓൾ ക്യാപ്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏരിയൽ ഫോണ്ട് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഈ ഒരു നെയിമിന് മാത്രം ഏരിയൽ റൗണ്ടഡ് MT ബോൾഡ് എന്നുള്ള ഈ ഒരു ഫോണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഇവിടുന്ന് ആ ഒരു ഫോക്സ് ബോൾഡ് ഇനേബിൾ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്കൊരു 10.5 കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഡീറ്റെയിലിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യാം. ഇതിന് നമുക്കൊരു 6.5 കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ നെയിമും അതുപോലെ തന്നെ അഡ്രസ്സൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലോഗോയുടെ സൈസ് അല്പം കൂടി ഒന്ന് റെഡ്യൂസ് ചെയ്യാം. ഈ ഒരു ഡീറ്റെയിലിനെ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ Ctrl+T പ്രസ് ചെയ്തുകൊണ്ട് ഫ്രീ ട്രാൻസ്ഫോം ഇനേബിൾ ചെയ്യുന്നുണ്ട്. ഈ 2 ലെയർ ഞാൻ ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ലോഗോയും അതുപോലെ തന്നെ സ്കൂളിൻ്റെ നെയിമും കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടേക്ക് സ്റ്റുഡൻറ്റിൻ്റെ ഫോട്ടോ പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫയലിൽ പോവാം. ഇവിടെ നിന്ന് ഞാൻ പ്ലേസ് സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്ത് പ്ലേസ് ചെയ്യാം. ഇതിൻ്റെ സൈസ് നമുക്ക് അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫോട്ടോയ്ക്ക് ഒരു സ്ട്രോക്ക് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ലെയറിലേക്ക് പോകാം. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ലെയർ സ്റ്റൈൽ ഓപ്പൺ ചെയ്യാം.
ഇനി ഞാൻ ഇവിടുന്ന് സ്ട്രോക്ക് സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്ട്രോക്കിൻ്റെ കളർ ബ്ലാക്ക് വേണ്ട, ഇവിടുന്ന് ഒരു ബ്ലൂവിൽ പെട്ട ഒരു കളർ കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഡാർക്ക് കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു സ്ട്രോക്കിൻ്റെ സൈസ് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഇവിടുന്ന് ഞാൻ 5 കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു പൊസിഷൻ ഔട്ട്സൈഡാണ് ഇപ്പോൾ കിടക്കുന്നത്, അത് ചേഞ്ച് ചെയ്ത് ഇൻസൈഡ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ ഒരു ഫോട്ടോയിൽ സ്ട്രോക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് താഴേക്ക് ടൈപ്പ് ചെയ്യാം. ഇവിടെ ഈ ഒരു ഫോട്ടോയുടെ താഴെയായിട്ട് നമുക്ക് സ്റ്റുഡൻറ്റ് ID കാർഡ് എന്ന് ടൈപ്പ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു റൗണ്ടഡ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടുന്ന് റൗണ്ടഡ് റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. നമുക്കൊരു ഡാർക്ക് ബ്ലൂ കളർ തന്നെ കൊടുക്കാം. നമുക്കിവിടേക്ക് ഡീറ്റെയിൽ ടൈപ്പ് ചെയ്യാം. ഞാനിവിടുന്ന് സ്റ്റുഡൻറ്റ് ID കാർഡ് കോപ്പി ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഡീറ്റെയിലിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് ഇവിടുന്ന് ഒരു 7.5 കൊടുക്കാം. അതുപോലെ നമുക്കിത് ബോൾഡാണ് ആവശ്യമുള്ളത്. ഇവിടുന്ന് റെഗുലർ ചേഞ്ച് ചെയ്ത് ബോൾഡ് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഡീറ്റെയിലിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇവിടുന്ന് വൈറ്റ് കളർ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ സ്റ്റുഡൻറ്റ് ID കാർഡ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ താഴേക്ക് ടൈപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് സ്റ്റുഡൻറ്റ് നെയിം അതുപോലുള്ള ബേസിക് ഇൻഫർമേഷൻസ് കോപ്പി ചെയ്യാം. ഇവിടെ ഡീറ്റെയിൽസ് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യാം. ഇതിന് ഞാനിവിടുന്ന് ലെഫ്റ്റ് ലൈൻ സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഡീറ്റെയിലിൻ്റെ സൈസ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇവിടെ 7 കൊടുക്കാം. അതുപോലെ നമുക്കിവിടെ ഇൻഫർമേഷൻസ് ഒഴികെ ബാക്കിയെല്ലാം ബോൾഡ് ചേഞ്ച് ചെയ്ത് റെഗുലർ കൊടുക്കാം. അപ്പോൾ ഇവിടുന്ന് ഞാൻ റെഗുലർ സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ID നമ്പർ നമുക്ക് റെഗുലർ സെലക്ട് ചെയ്യാം. നമുക്കിതെല്ലാം റെഗുലർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇൻഫർമേഷൻ എല്ലാം ഒരേ ലൈനിൽ തന്നെ അലൈൻ ചെയ്യാം. ഇവിടെ ഇപ്പം ഞാൻ ടാബ് കൊടുക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ലൈനും കറക്റ്റായിട്ട് അലൈൻ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ബേസിക് ഇൻഫർമേഷൻസ് ടൈപ്പ് ചെയ്ത് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്ക് സിഗ്നേച്ചറും അതുപോലെ ഒരു ബാർകോഡ് കൂടി കൊടുക്കണം. ഈ ഒരു ബാർകോഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ചില സ്കൂളുകളുടെ ID കാർഡിലൊക്കെ ബാർകോഡുകൾ കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ നോക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാർകോഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് നമുക്ക് പ്രിൻസിപ്പളിൻ്റെ സിഗ്നേച്ചർ പ്ലേസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫയലിൽ പോകുന്നുണ്ട്. ഇവിടുന്ന് സിഗ്നേച്ചർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യാം. നമുക്കിതിനെ തൊട്ട് താഴെയായിട്ട് പ്രിൻസിപ്പാൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യണം. ഇവിടുന്ന് ഞാനൊരു 6.5 ആണ് കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് ബോൾഡ് ചേഞ്ച് ചെയ്ത് റെഗുലർ കൊടുക്കാം. ഈ ഡീറ്റെയിൽ അല്പം ഒന്ന് മുകളിലേക്ക് മൂവ് ചെയ്ത് വെക്കാം. നമുക്ക് ഏറ്റവും ലാസ്റ്റിലൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇതിനകത്തുള്ളൊരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് അല്പം താഴേക്കൊന്ന് മൂവ് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മളിവിടെ ഇപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്പേസിലേക്ക് ബാർകോഡ് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വീണ്ടും ഫയലിൽ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് പ്ലേസ് സെലക്ട് ചെയ്യാം. ഇനി ബാർകോഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്ത് നമുക്ക് അലൈൻ ചെയ്യാം. ഇവിടെ ഈ ഒരു ബോർഡറിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ഗ്യാപ്പ് നമ്മൾ എല്ലാ ഡീറ്റെയിൽസിനും കൊടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഗൈഡ് ലൈൻ സെറ്റ് ചെയ്തിട്ട് അലൈൻ ചെയ്യാവുന്നതാണ്. ഇനി ഈ ഡീറ്റെയിൽസിനെല്ലാം നമുക്കൊന്ന് കറക്റ്റായിട്ട് അലൈൻ ചെയ്യാം. അതുപോലെ നമുക്ക് ഈ ഒരു ഫോട്ടോയുടെ സൈസ് അല്പം കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഡീറ്റെയിൽസിനെല്ലാം കറക്റ്റ് ഈ ഒരു ഡോക്യുമെൻ്റ് സെൻട്രലായിട്ട് അലൈൻ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഈ ഡീറ്റെയിൽസിൻ്റെ എല്ലാ ലെയർ നമുക്ക് ഒരുമിച്ച് ഒന്ന് സെലക്ട് ചെയ്യണം.
ഈ ഒരു സിഗ്നേച്ചറും പ്രിൻസിപ്പാളും ബാർകോഡും ഒഴികെ നമ്മൾ ബാക്കി എല്ലാ ഡീറ്റെയിൽസിൻ്റെ ലെയർ ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഒരു ലെയർ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എവിടെ വരെയാണോ ലെയർ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തതിന് ശേഷം ആ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്യാം. ഇത്രയും ലെയറുകൾ ഇവിടെ ഒരുമിച്ച് സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് Ctrl A പ്രസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ബോർഡറിൽ സെലക്ഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അലൈൻമെൻറ്റ് ഓപ്ഷനിൽ പോയി ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് സെൻറ്ററിൽ തന്നെ അലൈൻ ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ Ctrl D പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു സെലക്ഷൻ ഡീസെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് തന്നെ അലൈൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വർക്ക് ഒന്ന് സേവ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫയലിലേക്ക് പോകുന്നുണ്ട്. ഇവിടുന്ന് സേവ് ആസ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് PDF വേണമെന്നുണ്ടെങ്കിൽ ഫോർമാറ്റിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് PDF സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ PSD ആയിട്ട് തന്നെയാണ് സേവ് ചെയ്യുന്നത്. സേവ് കൊടുക്കാം. ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് JPG ഫോർമാറ്റിൽ കൂടി ഒന്ന് സേവ് ചെയ്യാം. ഫയലിൽ പോകുന്നുണ്ട്. വീണ്ടും സേവ് ആസ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് JPG സെലക്ട് ചെയ്യാം. സേവ് കൊടുക്കാം. നമ്മൾ സേവ് ചെയ്തിട്ടുള്ള JPG ഫോർമാറ്റിലുള്ള വർക്ക് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ID കാർഡ് വർക്ക് ഇവിടെ JPG ഫോർമാറ്റിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ നമ്മൾ പ്രിൻറ്റിംഗ് പ്രസ്സിൽ കൊടുത്തതിന് ശേഷം അവരത് PVCയിൽ പ്രിൻറ്റ് ചെയ്ത് നമുക്ക് ID കാർഡ് ഹോൾഡറിനോടൊപ്പം തരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് കൂടി രേഖപ്പെടുത്തുക. ഒപ്പം ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ചെയ്ത് വയ്ക്കുക.